പ്രൈസ് ലോർഡ്. ദൈവനാമത്തിൻ്റെ മഹത്വമുണ്ടാകട്ടെ. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 40 നേരത്തെ ചിന്തയ്ക്കായിട്ട് സങ്കീർത്തനം 94:19, സാം 94:19. എൻ്റെ ഉള്ളിലെ വിചാരങ്ങളുടെ ബഹുത്വത്തിൽ നിൻ്റെ ആശ്വാസങ്ങൾ എൻ്റെ പ്രാണനെ തണുപ്പിക്കുന്നു. ദൈവമക്കളെ, നല്ല ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ആനന്ദമായിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ സന്തോഷത്തോടെ ചിരിക്കാൻ പല കാര്യങ്ങൾ ഉണ്ട്. എന്നാലും ഹൃദയം എപ്പോഴും ആനന്ദമായിരിക്കണമെന്ന് ഇല്ല. ചിലപ്പോൾ ഈ സമാധാനവും സന്തോഷമൊക്കെ വളരെ ക്വയറ്റായിട്ടായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതെപ്പോഴായിരിക്കും എന്നറിയാമോ? നമ്മുടെ തകർന്ന ഹൃദയം ദൈവം ഒന്ന് കരങ്ങളിൽ എടുക്കാൻ തക്കവണ്ണം നാം ദൈവത്തെ അനുവദിക്കുമ്പോഴാണ്. നമ്മൾ ഓക്കെ ആണെന്ന് പലപ്പോഴും പ്രിറ്റൻഡ് ചെയ്ത് നടക്കാറില്ലേ? എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ വാസ്തവമായി ഒന്ന് തുറന്ന് സമ്മതിച്ചേ. ചോദിച്ച് ചെല്ലുമ്പോഴും ഒരു സമൂഹത്തിൻ്റെ ഇടയിലായിരിക്കുമ്പോഴും ഒക്കെ വി ആർ ഓക്കെ, ഇറ്റ്സ് ഓൾ റൈറ്റ് വിത്ത് മീ എന്ന് പറഞ്ഞ് പ്രിറ്റൻഡ് ചെയ്ത് നടക്കാറില്ലേ? പക്ഷെങ്കിൽ എപ്പം കുഞ്ഞെ നീ നിൻ്റെ പ്രിറ്റൻഷൻ നിർത്തുമോ, സ്വർഗം നിന്നെ കംഫർട്ട് ചെയ്യുവാൻ തക്കവണ്ണം തുടങ്ങും. അപ്പോഴാണ് ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ നടമെടുക്കുന്നത്. ദൈവത്തിൻ്റെ ആ ജോയ് ഉണ്ടല്ലോ, അത് എവിടെ സങ്കടം വസിച്ചിരുന്നോ അവിടെ ആ സന്തോഷം നിറയുവാൻ തക്കവണ്ണം തുടങ്ങും. ഫേക്ക് ഹാപ്പിനെസ് അല്ല കേട്ടോ, ആഴത്തിലുള്ള സോൾ സെറ്റിലിംഗ് ജോയ് അത് നമ്മുടെ ജീവിതത്തിൽ വരും. സാഹചര്യം എന്തുമായിക്കോട്ടെ, ആ സോൾ സെറ്റിലിംഗ് ജോയ് സാഹചര്യത്തെ അനുസരിച്ചല്ല ഇരിക്കുന്നത്. യെശയ്യാ പ്രവചനം 51 അധ്യായം അതിൻ്റെ 3 വാക്യം, ഐസായ 51:3 ഇങ്ങനെ പറയുന്നു: യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു, അവൻ അതിൻ്റെ സകല ശൂന്യ സ്ഥലങ്ങളെയും ആശ്വസിപ്പിച്ച് അതിൻ്റെ മരുഭൂമിയെ ഏദനെ പോലെയും അതിൻ്റെ നിർജ്ജന പ്രദേശത്തെ യഹോവയുടെ തോട്ടത്തെ പോലെയും ആക്കുന്നു. എത്ര നല്ലൊരു വാക്യമാണ് അല്ലേ? അത് ഹൃദയത്തിൽ കോറിയിടണമേ. കർത്താവിന് ടേൺ ചെയ്യാൻ കഴിയും. ഡ്രൈ ആയിട്ടുള്ള എംറ്റി ആയിട്ടുള്ള സ്ഥലങ്ങളെ പൂങ്കാവനം പൂന്തോട്ടമാക്കി മാറ്റുവാൻ തക്കവണ്ണം ദൈവത്തിന് കഴിയും. നമ്മൾ നമ്മുടെ മുറിപ്പാടുകൾ അവൻ്റെ മുമ്പിൽ തുറന്ന് കാണിക്കണം. നമ്മുടെ ഹേർട്ടെല്ലാം അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം. അവൻ നമ്മളെ കംഫർട്ട് ചെയ്യുക മാത്രമല്ല, അവൻ നമ്മെ യഥാസ്ഥാനപ്പെടുത്തുകയും ചെയ്യും. ആ ഒരു റെസ്റ്റോറേഷൻ, യഥാസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആനന്ദം റിട്ടേൺ ചെയ്യും നമ്മുടെ അടുക്കിലേക്ക്. നഷ്ടപ്പെട്ടു പോയ സന്തോഷം നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരും. പ്രൈസ് ഗോഡ്. ഞാൻ ചോദിക്കട്ടെ, നിൻ്റെ ഹൃദയത്തിൻ്റെ ഏതെങ്കിലും മൂലയ്ക്ക് വിങ്ങുന്ന ഒരു വിഷയമുണ്ടോ? ദൈവത്തിൻ്റെ കംഫർട്ട് ആവശ്യമായിരിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം നിൻ്റെ ഹൃദയത്തിൻ്റെ മൂലയ്ക്കുണ്ടോ? അതുകൊണ്ട് ദൈവത്തോടൊന്ന് ചോദിച്ചേ, കർത്താവേ, എൻ്റെ ആ ഹെവിനെസ് ഒന്ന് മാറിയിട്ട് നിൻ്റെ ആനന്ദം അതിലേക്കൊന്ന് വരണമെന്ന്. കർത്താവ് തീർച്ചയായിട്ടും അതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് നിന്നെ പഠിപ്പിച്ചു തരും. ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ, എൻ്റെ എല്ലാ ആൻഷ്യസ് തോട്ട്സിൻ്റെയും മധ്യത്തിൽ നിൻ്റെ ആ ആനന്ദം, ആ ജോയ് എനിക്ക് തരണമേ. എൻ്റെ ഹൃദയത്തെ ഒന്ന് കംഫർട്ട് ചെയ്യണമെന്ന് പറ. നിനക്ക് ഡ്രോയിങ് ആണോ, പ്ലേയിങ് മ്യൂസിക് ആണോ, എന്താണ് ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുവാൻ തക്കവണ്ണം തീർച്ചയായിട്ടും നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ നിൻ്റെ ജീവിതത്തിൽ സന്തോഷമായി പരിണമിക്കും. എയിം ഫോർ ലൈറ്റ് ഹാർട്ടഡ് ഫൺ. അത് നമ്മൾ വിചാരിച്ചെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. നമുക്കെല്ലാം വളരെ സുപരിചിതമായ വാക്യമാണ് സങ്കീർത്തനം 27:1, സാം 27:1. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവൻ്റെ ബലം, ഞാൻ ആരെ പേടിക്കും? പ്രൈസ് ദ ലോർഡ്. ഇരുട്ടൊരിക്കലും ജയിക്കത്തില്ല കേട്ടോ. അതെത്ര ദിവസം ആ ഇരുട്ട് തങ്ങി നിൽക്കുമെന്നുള്ളതല്ല കാര്യം.
എത്ര ദിവസം വേണമെങ്കിലും നിന്നോട്ടെ. ഏത് നിമിഷം വെളിച്ചം കയറി വരുന്നു, അതേ നിമിഷം ഇരുൾ അവിടെ നിന്ന് അപ്രത്യക്ഷമാകും. പ്രൈസ് ഗോഡ്. കുഞ്ഞെ, നീ ഇരുട്ട് മാറ്റാനായിട്ട് ശ്രമിക്കണ്ട, എന്നാൽ വെളിച്ചം വരുന്നതിനെ നീ തടയരുത്. പ്രൈസ് ഗോഡ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 5-ാം വാക്യം ഇങ്ങനെ പറയുന്നു: വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, ഇരുളോ അതിനെ പിടിച്ച് അടക്കത്തില്ല. ഇരുട്ടിന് വെളിച്ചത്തെ പിടിച്ചെടുക്കാൻ പറ്റത്തില്ല. പ്രൈസ് ഗോഡ്. ആ വെളിച്ചം എന്ന് പറയുന്നത് എന്തുവാ? ദാറ്റ് ഈസ് ജീസസ്. ആ യേശുവിൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ നാം എങ്ങനെ സംഗതികളെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ അതങ്ങ് മാറും. ആ വേ അങ്ങ് മാറും. ആ വേയ്ക്കൊരു വ്യത്യാസം വരും. നമ്മൾ ഇരുട്ടിനോട് ഫൈറ്റ് ചെയ്യാൻ പോകണ്ട. ആ ഇരുട്ടിനെ ഫോക്കസ് ചെയ്ത് ഇരിക്കാനും പോകണ്ട. നീ ലൈറ്റ് ഇടുവാൻ. യു ഓവർകം ഇറ്റ് ബൈ ടേണിങ് ഓൺ ദ ലൈറ്റ്. നിൻ്റെ മനസ്സ് നിറച്ച് നീ സത്യം കൊണ്ട് നിറയ്ക്ക്. പ്രത്യാശ കൊണ്ട് നീ ഒന്ന് ചുറ്റപ്പെട്. എന്നിട്ട് കുഞ്ഞെ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തോട് നീ വളരെ ക്ലോസായിട്ട് ഒന്ന് സ്റ്റേ ചെയ്യുവാൻ ഏൽപ്പിച്ചു കൊടുത്തേ. ഒരു ചെറിയ ലൈറ്റ് മതി വലിയ ഒരു ഡാർക്ക് റൂമിൽ ഒരു വ്യത്യാസം കൊണ്ടുവരുവാൻ. പ്രൈസ് ഗോഡ്. നിൻ്റെ ഉള്ളിൽ അങ്ങനെയുള്ള ഒരു ലൈറ്റിനെ നീ ക്യാരി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകും. ദൈവത്തിൻ്റെ വചനം, അവൻ്റെ സ്നേഹം, അവൻ്റെ സമാധാനം എല്ലാ ഇരുണ്ട സ്ഥലങ്ങളെയും, നിന്നിലുള്ള എല്ലാ ഇരുണ്ട സ്ഥലങ്ങളെയും, നിൻ്റെ ചുറ്റുമുള്ള എല്ലാ ഇരുണ്ട സ്ഥലങ്ങളെയും പ്രകാശത്തിലേക്ക് നയിക്കട്ടെ. ഈ ഇരുട്ട് ക്രീപ്പിങ് ചെയ്ത് വരുമല്ലോ, അത് ഏതിൽ കൂടെയൊക്കെയാണ് വരുന്നതെന്ന് ഞാൻ പറയട്ടെ. നിൻ്റെ ചിന്തയിൽ കൂടെ വരും, നിൻ്റെ ഇമോഷൻസിൽ കൂടി വരും, നിൻ്റെ സാഹചര്യത്തിൽ കൂടെയും ഇരുണ്ട് നൂണ്ട് കയറും. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് പറ, എനിക്കൊരു ലൈറ്റ് സോഴ്സ് കാണിച്ചു തരണമെന്ന്. ചിലപ്പോൾ അതൊരു വചനഭാഗമായിരിക്കും, ഒരു വാക്യമായിരിക്കാം, ഒരു വചന സത്യമായിരിക്കാം, ഒരു വർഷിപ്പ് സോങ് ആയിരിക്കാം. അത് ഇന്ന് തന്നെ നിന്നെ ചേഞ്ച് ചെയ്യും. ദൈവത്തോട് പ്രാർത്ഥിക്കുക, ദൈവമേ, ബി മൈ ലൈറ്റ് വെൻ ഐ ഫീൽ ആങ്ഷ്യസ്, ഷൈൻ ബ്രൈറ്റ്ലി ഇൻ മൈ ഹാർട്ട്. പ്രാർത്ഥിച്ചു തുടങ്ങും ദൈവപൈതലേ. തീർച്ചയായിട്ടും നിൻ്റെ ഹൃദയത്തിൽ അത് ഷൈൻ ചെയ്യുവാൻ തുടങ്ങും. ഷൈൻ ചെയ്യുമ്പോൾ ഇരുട്ട് തനിയെ മാറി പോക്കോളും. നമ്മൾ ബെഡ്റൂമിൽ ഒരു കളർ ചേഞ്ചിങ് ലാമ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഹല്ലേലൂയ, ഈ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിനക്ക് ഓരോ വേഴ്സ് പയ്യെ പറയാനായിട്ട് പറ്റും. ആ സ്ക്രിപ്ചർ തന്നെ നീ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ കുറച്ച് നേരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നിന്നിലെ പ്രത്യാശ വർദ്ധിക്കും. പ്രത്യാശ വർദ്ധിക്കുക മാത്രമല്ല, യു വിൽ ബി ഫീലിംഗ് കാം. അങ്ങനെ സമാധാനം അനുഭവിപ്പാൻ്റെ ഗുണം സ്വർഗത്തിലെ ദൈവം ഓരോരുത്തരെയും സഹായിക്കട്ടെ. അവൻ കരം പിടിച്ച് എത്ര ദുർഘടമേടുകളാണെങ്കിലും അതിൽ കൂടി നിന്നെ നടത്തും. ഏത് താഴ്വരയിലാണ് നീ ആണ്ടുപോയതെങ്കിലും അവിടെ മുങ്ങിപ്പോവാൻ, അവിടെ കിടന്നു പോകുവാൻ സ്വർഗത്തിലെ ദൈവം അനുവദിക്കത്തില്ല. അവൻ കരം പിടിച്ച് നിന്നെ ഉയർത്തി ക്രിസ്തു എന്ന പാറമേൽ നിർത്തി മാനിക്കും. അങ്ങനെയുള്ളൊരു ദൈവത്തെ സേവിപ്പാൻ്റെ ഗുണം നമുക്കിടയായതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, നിൻ്റെ നാമത്തിന് ഞങ്ങൾ മഹത്വം കരയറ്റുന്നു. കർത്താവേ, വെളിച്ചമാകുന്ന ക്രിസ്തുവിനെ, വെളിച്ചമാകുന്ന വചനത്തെ, ഹല്ലേലൂയ, ജ്വാലയ്ക്കത്ത നാവ് പോലെ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞ പരിശുദ്ധാത്മാവിനെ, കർത്താവെ, വെളിച്ചങ്ങൾ വീശട്ടെ, അന്ധകാരങ്ങൾ മാറട്ടെ. കർത്താവേ, സ്തോത്രം. ആ വെളിച്ചത്തിൻ്റെ മക്കളായി നടപ്പാൻ, വെളിച്ചത്തിൽ കൂടി നടപ്പാൻ, വെളിച്ചത്തിൻ്റെ സാക്ഷികളായിരിക്കാൻ തക്കണം. എല്ലാം ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ വരുമ്പോൾ ഇരുണ്ട വൈകാരിക മണ്ഡലങ്ങൾ, ഹല്ലേലൂയ, പ്രകാശപൂരിതമായി തീരുമല്ലോ. അത് ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥനയുടെ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു ഓൾ.